ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് ഫേക്ക് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് OLX നടക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചിട്ടാണ്. മുൻപും ഞാൻ ഈ സ്കാമിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ OLX നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലരെങ്കിലും, എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിലും പലരും റിജക്റ്റഡ് അഡ്വർടൈസ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ OLXൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നാണ്. ഞാൻ അവരുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക, വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാനിവിടെ കണ്ണൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ണൂരാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കണ്ണൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇത് ഫേക്കാണ്. നിങ്ങളിത് ഓർത്ത് വെച്ചോളൂ, ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്. ഇനി നമുക്ക് കണ്ണൂർ മാറ്റിയിട്ട് ഇവിടെ തിരുവനന്തപുരം കൊടുക്കാം. അപ്പോൾ തിരുവനന്തപുരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ദാ ഈ AC ഫേക്കാണ്, ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്, ഇവിടെ ഈ AC ഫേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് ഫേക്ക് കാണുന്നുണ്ട്. ഇത് ഫേക്കാണ്, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. കണ്ണൂരിൽ ഇതേ ഐറ്റം കണ്ണൂരിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട്, ഇത് ജസ്റ്റ് ഞാനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഇത് ഫേക്കാണ്. ഇത് വെബ്സൈറ്റിൽ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് OLX, പക്ഷേ മൊബൈലിൽ ഇത് ബ്ലോക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇതേ ഐറ്റം നമുക്കിനി മൊബൈലിൽ എടുത്ത് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ഷമയുള്ളവർ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഞാൻ OLX ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ എക്സിസ്റ്റിംഗ് ലൊക്കേഷനാണ്, ബാംഗ്ലൂരാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ അഡ്വർടൈസ്മെൻറ്റാണ് ഇപ്പോൾ വരുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട TV പോലെ തന്നെ, ഞാനിപ്പോൾ നേരത്തെ ആ കമ്പ്യൂട്ടറിൽ കാണിച്ച TV പോലെ തന്നെയുള്ളൊരു TV ആണ് ഇതിവിടെ കാണുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഇത് ഫേക്കാണ്. ഇതിൽ ഫേക്കെന്നോ അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നോ ഇവർ OLX എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലെ ഈ പോർഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിജക്റ്റഡ് എന്ന് എഴുതിയിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചതോടുകൂടി OLXകാർ സേഫായി എന്നാണ് OLXകാരുടെ വിചാരം. നമ്മൾ ആൾക്കാരും സേഫായി എന്ന് അവർ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് സ്ക്രീൻ, ഇത് ഞാൻ മാക്സിമൈസ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ. ഇതിൻ്റെ നെക്സ്റ്റ് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എഴുതിയിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൈ നെയിം ഈസ് വിനോദ് കുമാർ, ഐ ആം ആൻ ഇന്ത്യൻ എയർഫോഴ്സ്. ബട്ട് ഇതൊക്കെ ഫേക്കാണ്. ഇന്ത്യൻ എയർഫോഴ്സോ പട്ടാളമോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി, പട്ടാളത്തിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെയൊക്കെയോ ഇവർ ചോർത്തുന്നുണ്ട്. അതിനുശേഷം മൈ കോൺടാക്റ്റ് നമ്പർ എന്നും പറഞ്ഞ് ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. റീസൺ ഫോർ ഇത് നിങ്ങൾ നോക്കി വെച്ചോളൂ. ഞാനിനി അടുത്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കണ്ണൂരിൽ നിന്ന് തന്നെ എടുത്ത് നോക്കാം. നേരത്തെ കണ്ട അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ണൂരിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ബാക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നവും ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഇത് നേരത്തെ കണ്ട TV അല്ലെങ്കിലും അതുപോലെ തന്നെയുള്ളൊരു TV ആണിത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ എഴുതിയിട്ടുള്ളത്? റിജക്റ്റഡ്. ഓക്കെ, റിജക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആളുമായിട്ട് ചാറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത് G വിനോദ് കുമാർ. അപ്പം നമുക്ക് അടുത്ത പേജ് പോവാം. മൈ നെയിം ഈസ് G വിനോദ് കുമാർ, ഐ ആം ഇന്ത്യൻ എയർഫോഴ്സ്. ഇൻ എയർപോർട്ട് ഐ ഹാവ് ബീൻ ട്രാൻസ്ഫർ ഇൻ സോ അർജൻറ്റ് സെയിൽ മൈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്ന് ഇട്ടിട്ട് വേറെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. സോഫ സെറ്റ് വിത്ത് ടേബിൾ. അപ്പോൾ ഈ വിത്ത് സെൻറ്റർ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കുറഞ്ഞ വില കാണുമ്പോഴത്തേക്കും നമ്മളുടെ പല ആളുകളും വീഴുന്നുണ്ട്. എനിക്ക് അനുഭവമുണ്ട്, ഇതുപോലെ വീണ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോൾ കണ്ണൂരത്തെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയോ? ഇനി പതുക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ട അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇതിൽ വരും. ഞാൻ കമ്പ്യൂട്ടറിൽ അവരെന്തോ ചെയ്തിട്ടുണ്ട്, അത് ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്, റിജക്റ്റഡ് അഡ്വർടൈസ്മെൻറ്റ്. ബട്ട് അവർക്കറിയില്ല ഇത് മൊബൈലിൽ ഇതുപോലെ വരുന്ന, അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല.
ഇനി നമുക്ക് ലൊക്കേഷൻ മാറ്റി നോക്കാം. തിരുവനന്തപുരത്ത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എന്തുണ്ട് നോക്കാം. തലസ്ഥാനമാണല്ലോ, തലസ്ഥാനത്ത് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. നേരത്തെ കണ്ട ഒരു AC, നേരത്തെ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട ഒരു AC അല്ലേ ഇത്? പേര് വിനോദ് കുമാർ. ഇവിടെ റിജക്റ്റഡ് അല്ല. ഓക്കെ, ഇവിടെ റിജക്റ്റഡ് അല്ല. നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, ചാറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ജെനുവിൻ വിനോദ് കുമാർ ആണോ എന്ന് നമുക്കൊരു കാരണവശാലും പറയാൻ പറ്റില്ല. അടുത്ത ഫോട്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ ബാലൻസ് ഫോട്ടോസ് നമുക്ക് നോക്കാം. വിനോദ് കുമാറിൻ്റെ പുത്തൻ AC ആണ്. നോക്കിക്കോളൂ, മൈ നെയിം ഈസ് ജി വിനോദ് കുമാർ. ഇപ്പോൾ നമ്പർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, 936575789996. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈം പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെ വെറുതെ കോൺടാക്ട് ചെയ്ത് അവരുടെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോക്ക് വല്ല ഉപകാരം ഉണ്ടാവും. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഒറിജിനലാണോ? ഇത് നോക്കിയാൽ നിങ്ങൾ, M ജഗൻ. അടുത്ത ആളാണ് നമുക്ക് കാണിക്കാം. ഇതെവിടെയും കണ്ടിട്ടുണ്ടോ? OLX ഇപ്പം പരാജയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്കിയാട്ടെ, തിരുവനന്തപുരത്ത് അടുത്ത അഡ്വർടൈസ്മെൻറ്റ് 10,004. നോക്കി, ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വേണമെങ്കിൽ സമയമുള്ളവർ ടൈം പാസ് ചെയ്യാനായി ഇതിലേക്ക് വിളിച്ചു നോക്കാം. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇവർ ചെയ്യുന്നത് ഇവരുടെ ID കാർഡും ഇവരുടെ പാൻ കാർഡ്, ഇവരുടെ ആധാർ കാർഡ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇവരുടേതല്ല, ഇവിടെ നിന്നോ ചോർത്തുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഇവർ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരും. വാട്സാപ്പിൽ ഇത് അയച്ചു തന്നതിന് ശേഷം ഏകദേശം നിങ്ങൾക്ക് വിശ്വാസമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അഡ്വാൻസ് ഇത്ര അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ അഡ്വാൻസ് അയച്ചതിന് ശേഷം അടുത്തതായിട്ട് ഇത് ആർമിയിൽ നിന്ന് പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ടാക്സ് അടക്കണം, അല്ലെങ്കിൽ ഒരു ഫീസ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. അത് കഴിഞ്ഞ് ഇത് നിങ്ങളുടെ ബോർഡറിൽ എത്തിയിരിക്കുന്നു, ബോർഡർ ചെക്ക് പോസ്റ്റിൽ GST അടക്കണം എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും പൈസ വാങ്ങിക്കും. അതിനുശേഷം ലോറിക്ക് കൊടുക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട്, മിനിമം ഒരാൾ ഇതിൽ വിശ്വസിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 1000 മുതൽ ഒരു 10,000 രൂപ വരെ എന്തായാലും നഷ്ടപ്പെടും. ഒരു 10 വരെ നഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാർക്കാണ് കുറച്ചെങ്കിലും ബോധം വെക്കുക. അത് കഴിഞ്ഞിട്ടും ബോധം വെക്കാതെ മുഴുവൻ പൈസ അയച്ചു കൊടുത്ത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു അനുഭവം എൻ്റെ കൂട്ടുകാരനുണ്ടായിട്ടുണ്ട്. അവന് ഏകദേശം 60,000 രൂപയാണ് ബൈക്ക്, ഇതേ ആർമിയുടെ പേരിൽ തന്നെയാണ് പറഞ്ഞത്, ബൈക്ക് 2020 മോഡൽ ബൈക്ക് 2021 അവൻ എടുക്കുന്നത്. 60,000 രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10-50,000 അടുപ്പിച്ച് അവന് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവന് ബോധം വെച്ചത്. അപ്പോൾ OLXൽ നിന്ന് സാധനം വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ജെനുവിൻ ആണോ എന്ന് നോക്കുക. ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ കൂടെ, ഇനി തോന്നിയാലും കണ്ട് ബോധ്യപ്പെടാതെ ഒരു സാധനങ്ങളും വാങ്ങാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.